നമസ്കാരം, പുതിയൊരു ഹോം ടൂർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് വടകരയിലാണ്. കോഴിക്കോട് ജില്ലയിൽ വടകരയിലാണ് എൻ്റെ പുറകിൽ കാണുന്ന മനോഹരമായിട്ടുള്ള വീട് സ്ഥിതി ചെയ്യുന്നത്. ഒരു ഫ്യൂഷൻ സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന വീടാണ്. മോഡേൺ എലമെൻസുകളും നിയോ ക്ലാസിക്കൽ എലമെൻസുകളൊക്കെ വീടിൻ്റെ എലവേഷനിലും ഇൻറ്റീരിയറിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും മലബാർ ഏരിയയിലുള്ള ആളുകളൊക്കെ ഒരു ഡ്രീം ഹോമായിട്ട് കാണുന്ന ഒരു വീടിൻ്റെ ഡിസൈനാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈ വീടിൻ്റെ ഹോം ടൂർ വിശേഷങ്ങൾ നമുക്ക് കാര്യങ്ങളായിട്ട് കാണാം. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള മുറ്റമാണ് വീടിന് നൽകിയിരിക്കുന്നത്. മുറ്റത്ത് വിരിച്ചിരിക്കുന്നതൊക്കെ നാച്ചുറൽ സ്റ്റോൺ ആണ്. ബാംഗ്ലൂർ സ്റ്റോൺ ആണ് വിരിച്ചിരിക്കുന്നത്. അതിനിടയിൽ കൂടെ കോബിൾ സ്റ്റോൺ ഒരു സ്ട്രിപ്പായിട്ട് ഇങ്ങനെ നൽകിയിട്ടുണ്ട്. ഈ ഒരു വീടിൻ്റെ പ്ലോട്ടിനും ലാൻഡ്സ്കേപ്പിനും ഒരു ലൈവ് ആംബിയൻസ് നൽകാൻ വേണ്ടിയിട്ട് ഒത്തിരി പ്ലാന്റുകൾ ഈ വീട്ടിൽ നൽകിയിട്ടുണ്ട്. അത് മനോഹരമായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു പച്ചപ്പ് വീടിന് ചുറ്റും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കോമ്പൗണ്ട് വാളിന് ചുറ്റും ഇതേപോലെ നാച്ചുറൽ ഗ്രാസ് വച്ച് പിടിപ്പിച്ചിരിക്കുന്നു. അതോട് ചേർന്ന് തന്നെ ഒരുപാട് പ്ലാന്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. വീടിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ് ഏരിയ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ നമുക്കൊരു പോസിറ്റീവ് വൈബ് തരുന്ന ലാൻഡ്സ്കേപ്പ് ഏരിയ ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വൈകുന്നേരം നമുക്ക് വന്നിരിക്കാനുള്ള ഒരു സ്പേസ് ഒക്കെ പാറ്റിയോ സ്പേസ് പോലെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിലിതേപോലെ ഒരു വാക്ക് വേസ് ഒക്കെ സെറ്റ് ചെയ്ത് നല്ല മനോഹരമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. വീടിൻ്റെ എലിവേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു മാസീവ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്കാണ് വീട് നൽകുന്നത്. വളരെ വലിയ പില്ലറുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിലാണെങ്കിലും ബാൽക്കണിയിലാണെങ്കിലും. കമ്പാരിറ്റീവ്ലി വീടിൻ്റെ ഹൈറ്റ് മറ്റു വീടുകളെയൊക്കെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ തന്നെ പിച്ചഡ് റൂഫാണ് നൽകിയിട്ടുള്ളത്. സെറാമിക് ടൈലുകൾ റൂഫ് ടൈലായിട്ട് നൽകിയിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു റെഡ് കളറിൽ കാണുന്നത് മുഴുവൻ സെറാമിക് ടൈലുകൾ വെച്ചിരിക്കുകയാണ്. ഫ്ലാറ്റ് ഷേപ്പിലുള്ള ടൈലുകളാണ്. നേരെ നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് വരികയാണെങ്കിൽ ലെങ്തി ആയിട്ടുള്ളൊരു സിറ്റ് ഔട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കൊന്ന് കയറി കാണാം. അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള സിറ്റ് ഔട്ട് ആട്ടോ. നമ്മുടെ വീട്ടിൽ എത്ര ഗസ്റ്റുകൾ വിസിറ്റേഴ്സ് വന്നു കഴിഞ്ഞാലും അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു സിറ്റ് ഔട്ടാണ് നൽകിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ നീളത്തിലുള്ള സിറ്റ് ഔട്ട് ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ഒരു ഭാഗത്ത് 2 ചെയറുകൾ നൽകിയിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റ് സൈഡിലും ഇതേപോലെ ചെയറുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ വിൻഡോസ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവിടെ ഒരു ഊഞ്ഞാൽ നൽകിയിട്ടുണ്ട്. സ്വിങ് ചെയറായിട്ട് ഈ ഭാഗത്ത് ഊഞ്ഞാൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേര സമയത്തൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് ഒരു ചായ കുടിച്ചിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ നല്ലൊരു ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്തിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു വീടാണിത്. ഈ വീടിന് 15 വർഷത്തെ പഴക്കമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിച്ചേ മതിയാവുള്ളൂ. 15 വർഷം മുമ്പ് പണിതിരിക്കുന്ന വീടാണിത്. പക്ഷെ അന്ന് ഈ വീടിൻ്റെ ഫേസ് ഇങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ കുട്ടികൾ വന്നു, പുതിയ ജനറേഷനായി, പുതിയ കാലഘട്ടമായ സമയത്ത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വീടൊന്ന് റെനോവേറ്റ് ചെയ്തിരിക്കുകയാണ്. ആ റെനോവേറ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും പുതിയ ഔട്ട്ലുക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 15 വർഷങ്ങൾക്ക് മുമ്പ് ആരാണോ ഈ വീട് പണിതിരിക്കുന്നത്, ആ വീടിൻ്റെ സ്ട്രെങ്ത്തും സ്റ്റെബിലിറ്റിയും അതിൻ്റെ കെട്ടുറപ്പും എല്ലാം കണ്ടതിന് ശേഷം 15 വർഷത്തിന് ശേഷം വീടൊന്ന് റെനോവേറ്റ് ചെയ്യുന്ന സമയത്ത് അതേ ടീമിനെ തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഈ വീടിൻ്റെ ഹൗസ് ഓണേഴ്സ്. അൽ ഹവാജ് ബിൽഡേഴ്സ് ആൻഡ് ആർക്കിടെക്ട്സ് എന്ന് പറയുന്ന സ്ഥാപനമാണ് ഈ വീടിൻ്റെ പ്ലാന്, കൺസ്ട്രക്ഷൻ, ഇൻറ്റീരിയർ വർക്ക് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പുതിയ മേക്ക് ഓവർ അടക്കം ചെയ്തിരിക്കുന്നത്. അവർ കിഡിലനായിട്ടുള്ള പ്രൊജക്റ്റുകൾ ചെയ്യുന്ന ടീമുകളാണ്. അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഞാൻ നൽകിയിട്ടുണ്ട്. കോഴിക്കോട് കാരപ്പറമ്പാണ് അവരുടെ ഓഫീസ് വരുന്നത്. സോ വീടുകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്ന സ്ഥാപനമാണ് അൽ ഹവാജിൻ്റെ ഓഫീസ്. ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സും ഡിസ്ക്രിപ്ഷനും നോക്കാം. ഈ വീട് ഞാൻ നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടുത്തി തരാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് സിറ്റ് ഔട്ടിലാണ്. എൻ്റെ തൊട്ട് പുറകിൽ ഇവിടുത്തെ ഫ്രണ്ട് ഡോറാണ് കാണുന്നത്. ഒരു മോഡേൺ സ്റ്റൈലിലാണ് ഫ്രണ്ട് ഡോർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡബിൾ ഡോർ ആണ്. അതിൽ ഗ്രൂസ് നൽകിയിട്ടാണ് ഈ ഒരു പാറ്റേൺ കൊണ്ടുവന്നിരിക്കുന്നത്. 2 വലിയ പുൾ ഹാൻഡിൽസ് നൽകിയിരിക്കുന്നു. ഡോർക്കം വിൻഡോ എന്നുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. 2 ഭാഗത്തും വിൻഡോ കൂടെ വരുന്നുണ്ട്. മുകൾ ഭാഗത്ത് ഇതേപോലെ ഒരു ഗ്ലാസ് ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ വരുന്നുണ്ട്. ബാക്കി മുകളിൽ ഒരു അറബിക് കാലിഗ്രഫിയിൽ വരുന്ന ഒരു കാലിഗ്രഫി ബോർഡും സെറ്റ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ അകത്ത് നമ്മൾ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നുള്ള കാര്യം കാണാം. ഇൻറ്റീരിയർ ഒക്കെ മോഡേൺ സ്റ്റൈലിൽ കിഡിലനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് കാണാം. സിറ്റ് ഔട്ടിൽ നിന്നും നേരെ കയറി വരുന്നത് ഫോയർ സ്പേസിലേക്കാണ്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഫോയർ സ്പേസ് ആണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു സ്പൈറൽ സ്റ്റെയർ കേസ് ആണ്. സ്റ്റെയർ കേസിൻ്റെ ഡീറ്റെയിലിംഗ് ഞാൻ പിന്നീട് സംസാരിക്കാം. അതിനു മുമ്പ് ഇവിടുത്തെ ഒരു അറേഞ്ച്മെൻറ്റ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഞാനിപ്പോൾ നിൽക്കുന്ന ഫോയർ സ്പേസിൻ്റെ ഇടത് ഭാഗത്താണ് ഇവിടുത്തെ ഫോർമൽ ലിവിങ് റൂം വരുന്നത്. ഈ ഭാഗത്ത് ഡൈനിങ് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നു. അതിനോട് ചേർന്ന് ബെഡ്റൂമുകൾ നൽകിയിട്ടുണ്ട്. 1 by 1 ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഈ ഒരു സ്പേസ് ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് അത്യാവശ്യം നല്ല ഒരു ഓപ്പൺ ഫീല് നമുക്ക് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ സ്പേസിൽ ലഭിക്കുന്നുണ്ട്. ഇനി ഫോർമൽ ലിവിങ് സ്പേസിലേക്ക് വരികയാണെങ്കിൽ
ഇതും ഡബിൾ ഹൈറ്റ് സ്പേസ് ആണ്. ഇതൊരു റെനോവേറ്റഡ് വീടാണ് എന്നുള്ള കാര്യം നമുക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. മുമ്പ് ബെഡ്റൂം ആയിരുന്ന സ്ഥലമാണ് ഇപ്പോൾ മനോഹരമായിട്ടുള്ള ലിവിങ് സ്പേസ് ആയിട്ട് മാറിയിരിക്കുന്നത്. 3 പേർക്ക് ഇവിടെ ഇരിക്കാം, 2 പേർക്ക് ഈ ഭാഗത്തിരിക്കാം, ഒരാൾക്ക് എവിടെയും ഇരിക്കാം എന്നുള്ള രീതിയിൽ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സോഫ സീറ്ററാണ് ലിവിങ് സ്പേസിൽ നൽകിയിരിക്കുന്നത്. വാളുകളൊക്കെ പാനലിംഗ് ചെയ്തിരിക്കുന്ന ഒരു ക്ലാസിക്കൽ മോൾഡിംഗ് പാറ്റേൺ ആണ് വാളുകൾക്ക് നൽകിയിരിക്കുന്നത്. അതിങ്ങനെ പൂർണ്ണമായിട്ട് ആ ഡബിൾ ഹൈറ്റ് സ്പേസിലേക്ക് മുകളിലേക്ക് പോകുന്നു. സീലിംഗിലേക്ക് വരികയാണെങ്കിൽ ഒരു ക്ലാസിക്കൽ ടച്ച് വരുന്ന സീലിംഗ് പാറ്റേൺ ആണ് നൽകിയിരിക്കുന്നത്. സോ കർട്ടൻസിലേക്ക് വരികയാണെങ്കിൽ ആ ഒരു ഗ്രീൻ പ്ലസ് ഓഫ് വൈറ്റ് ഷെയ്ഡ് കീപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു കളർ കോമ്പിനേഷൻസ് ആണ് കർട്ടൻസിൽ നൽകിയിരിക്കുന്നത്. അതിനോട് തന്നെ മാച്ചായി നിൽക്കുന്ന രീതിയിലാണ് സോഫയ്ക്കും കളർ കോമ്പിനേഷൻസ് നൽകിയിരിക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡിൽ ഒരു TV യൂണിറ്റ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ സ്റ്റോറേജ് സ്പേസ് ആണ് ഈ കാണുന്നത്. വളരെ ഭംഗിയായിട്ട് PU പെയിൻറ് ചെയ്തിരിക്കുന്ന ഒരു കൺസോൾ യൂണിറ്റ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഗ്രൂസുകൾ നൽകിയിരിക്കുന്ന ഷട്ടേഴ്സിന് അതിൽ തന്നെ ഒരു ഗോൾഡൻ ഫിനിഷിങ് വരുന്ന ഹാൻഡിൽസ് ആണ് നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഹാൻഡിൽ നൽകിയിരിക്കുന്ന സെയിം കളർ കോമ്പിനേഷൻസ് ഇവിടെ നൽകിയിരിക്കുന്ന ഷോ ഡെക്കോർ ഐറ്റംസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ബ്ലാക്ക് ആൻഡ് ഗോൾഡ് കോമ്പിനേഷൻസ് എല്ലാത്തിലും നമുക്ക് ഇതേപോലെ കാണാൻ സാധിക്കുന്നുണ്ട്. തിരികെ നമ്മൾ ഫോയർ സ്പേസിലേക്ക് വരേണ്ടതുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് സ്പേസ് ഒക്കെ വളരെ വിശാലമായിട്ടുള്ള ഡൈനിങ് സ്പേസ് ആണ്. ഒരുപാട് ആളുകൾ വന്നു കഴിഞ്ഞാലും നമുക്ക് അവരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സ്പേസ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഫാമിലി ലിവിങ് സ്പേസ് ഈ ഭാഗത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സോഫ സീറ്ററാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ വാള് പാനലിംഗ് ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. നമുക്ക് എസ്തെറ്റിക് പാനലുകൾ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ തന്നെ ഒരു ചെറിയൊരു മോഡൽ ഫോമിലുള്ള പാനലുകൾ അവൈലബിൾ ആണ്. ആക്ച്വലി ഇത് കുറച്ച് ബോൾഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ ഗ്രൂസ് നൽകിയിട്ട് അതിന് മുകളിൽ ഇതേപോലെയുള്ള ലൂവറുകൾ അറ്റാച്ച് ചെയ്തിട്ടാണ് ഈ ഒരു ബോൾഡ് ആയിട്ടുള്ള പാനലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. നേരെ നമ്മൾ മുന്നോട്ട് വരികയാണെങ്കിൽ ഇവിടെയാണ് ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 8 പേർക്ക് ഒരേ സമയത്ത് ഇരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബിഗ് മാസീവ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ഒരു ഡൈനിങ് ടേബിൾ സെറ്റിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഡൈനിങ് ടേബിളിൻ്റെ ചെയർ കാണുന്ന സമയത്ത് ഏതൊരാളും ശ്രദ്ധിക്കുക, ഈ ഒരു ബാക്കിൽ കാണുന്ന ഈ ഒരു ഭാഗമാണ്. ഇതിനെ വിളിക്കുന്ന പേര് പോളിസ്റ്റർ വെനീർ എന്നാണ്. ഇത് ഇമ്പോർട്ടഡ് ആയിട്ട് വരുന്നതാണ്. നമ്മുടെ നാട്ടിലെ ഫർണിച്ചർ ഷോപ്പിലൊക്കെ കിട്ടും ഈ സാധനം. പക്ഷെ നല്ല ഭംഗിയാണ് ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു കുഷൻ വർക്കാണ് ഫ്രണ്ടിൽ വരിക. ബാക്ക് സൈഡിൽ ഇതേപോലെ പോളിസ്റ്റർ വെനീറിൻ്റെ ഒരു ലാമിനേഷൻ കൂടെ വരുന്നുണ്ട്. കൗണ്ടർ ടോപ്പ് ഡൈനിങ് ടേബിളിന് നൽകിയിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ്. നല്ല ഭംഗിയുള്ള ലൈൻസ് അതിൻ്റെ മുകളിൽ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് അൽഹവാജിൻ്റെ ചീഫാണ് നൗഷാദ് സാർ. സാർ നമസ്കാരം. നമസ്കാരം സാർ. ഇപ്പം ഒരുപാട് വർഷമായിട്ട് ഈ ഒരു കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. സാർ ഇപ്പം ഏകദേശം എത്ര വർഷമായിട്ടുണ്ടാവും? ഒരു 25 വർഷത്തോളമായി ഈ മേഖലയിൽ. 25 വർഷമായി, 1/4 നൂറ്റാണ്ട് പിന്നിട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ? ഈ വീട്ടിലേക്ക് വരുന്ന സമയത്തെ ഇത് ശരിക്കൊരു റെനോവേറ്റഡ് വീടാണ് എന്ന് ഇവിടുന്ന് കേട്ടതിന് ശേഷമാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് ഈ ഒരു പഴയ വീട് ഇതിലേക്ക് മേക്ക് ഓവർ ചെയ്തിരിക്കുക എന്നുള്ളത്. അല്ലാതെ ആരും വിശ്വസിക്കില്ല. ഞാൻ പോലും ഇത് കണ്ടിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. ആ ഒരു പഴയ വീടിൻ്റെ യാതൊരു തരത്തിലുള്ള ട്രേസിങ്ങും ഇല്ലാതെ പുത്തനൊരു മേക്ക് ഓവറിലേക്ക് ഈ വീട് കൊണ്ടുവരാൻ സാധിച്ചു. ആ ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു എക്സ്പീരിയൻസ് സാർ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും? ഇത് ഏതാണ്ട് ഒരു 15 ഇയേഴ്സ് ആകോ ഞങ്ങൾ തന്നെ ചെയ്തൊരു പ്രൊജക്റ്റാണ്. അതായത് അന്നും നിങ്ങളെ സ്ഥാപനം തന്നെയാണ് ചെയ്തത്. രണ്ടാമതും ഈ ക്ലയൻറ്റ് ഞങ്ങൾ തന്നെയാണ് ഈ വർക്കിന് പ്രൊവൈഡ് ചെയ്തത്. കാരണം ഞങ്ങൾ അന്ന് അവർക്ക് കൊടുത്ത സർവീസും പിന്നെ ക്വാളിറ്റിയോ ഇന്നും നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും 15 കൊല്ലം മുമ്പ് നമ്മൾ വിശ്വസിച്ച് ഒരാളെ ഏൽപ്പിച്ചു, അത് സാറിന്റെ കമ്പനിയിൽ ഏൽപ്പിച്ചു. പിന്നെ 15 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ആ വീടൊന്ന് പുതുക്കി പണിയാൻ തോന്നുമ്പോൾ സാറിനെ തന്നെ ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് ആ സർവീസിന്റെ ക്വാളിറ്റി കൊണ്ടാണ് അവരത് ചെയ്യുക എന്നുള്ളതാണ്. പൊതുവേ സാറ് ചെയ്യുന്ന വർക്കുകളൊക്കെ റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ അങ്ങനെയൊക്കെ കൂടുതലും ചെയ്യുന്നത് റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകളാണ് കൂടുതലും ചെയ്യുന്നത്. വീടുകളാണ് കൂടുതലും ചെയ്യുന്നത്. പക്ഷേ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീടിനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു നിർമ്മാണ ഘട്ടമുണ്ട്, ഇന്റീരിയർ ചെയ്യുന്ന ഘട്ടമുണ്ട്, അവസാനം അതിൻ്റെ മിനുക്ക് പണികളൊക്കെ കഴിഞ്ഞിട്ട് കീ കൊടുക്കുന്ന പരിപാടികളുണ്ട്. ഇപ്പോൾ സാറിൻ്റെ ഒരു പ്രൊജക്റ്റ് സ്റ്റൈൽ എങ്ങനെയാണെന്ന്? കൂടുതലും കീ അതായത് കൺസ്ട്രക്ഷൻ മുതൽ തന്നെ തുടങ്ങി പ്ലാന് മുതൽ കീ കൊടുക്കുന്നവരെ ഞങ്ങൾ അവരുടെ കൂടെ തന്നെ ഉണ്ടാവും. ഞങ്ങളെ ക്ലയന്റ് കൂടുതലും വിദേശത്തുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾ തന്നെയാണ് ഇത് കൂടുതൽ എല്ലാ എഫേർട്ടും എടുത്തുകൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വിദേശത്ത് നിൽക്കുന്ന ആൾക്കാരാകുമ്പോൾ അവർക്ക് ഈ പണി വന്ന് നോക്കി നടത്താനൊന്നും കഴിയില്ല. അങ്ങനത്തെ ഒരു ഹെഡേക്കും നമ്മളെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. നമ്മൾ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മൾ തന്നെ ചെയ്തു കൊടുക്കും. ഈ വീട് പണി കഴിഞ്ഞാലേ ഈ മെയിൻ്റനൻസ് എന്ന് പറയുന്ന വലിയൊരു വിഷയം ഉണ്ടല്ലോ.
അപ്പോൾ അതിൽ നമ്മളെ കമ്പനിക്ക് എന്തെങ്കിലും ഞങ്ങൾ മെയിൻ്റനൻസിൻ്റെ ഒരു സെക്ഷൻ തന്നെ ഉണ്ട് ഞങ്ങൾക്ക്. കസ്റ്റമർ കെയർ നമ്പർ ഉണ്ട്, അത് വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും, മെയിൻ്റനൻസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ സാർ, എന്തായാലും വളരെയധികം നന്ദി. ഇവിടെയാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. വാഷ് ഏരിയ വ്യത്യസ്തമായിട്ടുള്ളൊരു കളർ പാറ്റേൺ ആണ് നൽകിയിരിക്കുന്നത്. വാളിൽ ടൈലാണ് നൽകിയിട്ടുള്ളത്. രണ്ട് ഭാഗത്തും ആ ഒരു ഓഷ്യൻ ഗ്രീൻ ടൈപ്പ് ടൈലുകൾ നൽകിയിരിക്കുന്നു. ഇതാണ് മിറർ നൽകിയിരിക്കുന്നത്. ഒരു ഗോൾഡൻ ഫിനിഷ് ബോർഡർ ആയിട്ട് വരുന്ന മിററാണ് അതിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് വാനിറ്റി കൗണ്ടർ. നല്ല ഭംഗിയുള്ളൊരു വാഷ് ബേസിൻ, അതിൽ തന്നെ PU പെയിന്റ് ചെയ്തിരിക്കുന്ന 2 ഷട്ടേഴ്സുമാണ് നൽകിയിട്ടുള്ളത്. തുടർന്ന് ഇങ്ങോട്ടൊരു സ്പേസ് ഉണ്ട്. ഇത് അബ്ലൂഷൻ ഏരിയ ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിം വീടാണിത്. മുസ്ലിംസിന്റെ വുളു എടുക്കാനുള്ള സൗകര്യം നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. വെള്ളം ഡ്രെയിൻ ചെയ്ത് പോകാനുള്ളൊരു ഭാഗം ഇവിടെ നൽകിയിരിക്കുന്നു. കാല് കഴുകാനുള്ളൊരു സ്പേസ് ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ ഇവിടെ ഒരു നിസ്കാര മുറി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു അബ്ലൂഷൻ ഏരിയ കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ടേബിളിനോട് ചേർന്ന് തന്നെയാണ് നിസ്കാര മുറി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് ഡോർ ആണ് നിസ്കാര മുറിക്ക് നൽകിയിരിക്കുന്നത്. കാർപ്പറ്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. മനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു നിസ്കാര മുറിയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഒരു വീട്ടിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് കിച്ചൺ. നമ്മുടെ വീട്ടിൽ കിച്ചൺ ഏരിയ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടെയാണ്. ഈ വീട്ടിൽ ചെയ്തിരിക്കുന്ന ഓപ്പൺ കിച്ചണിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എലഗൻ്റ് ആയിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കിച്ചനാണ്. കളർ പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ടൈലുകൾ നൽകിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള വിട്രിഫൈഡ് ടൈലുകളാണ്. ഗ്ലോസി ഫിനിഷാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു ഓപ്പണിംഗ് സ്പേസ് നൽകിയിട്ടുണ്ട്. അതിൽ ഗ്രില്ല് നൽകിയിരിക്കുന്നു. ഗ്രില്ലുകൾ ചുമ്മാ നൽകാതെ അതിനൊരു പ്രത്യേക പാറ്റേൺ നൽകി 2 കളർ കോമ്പിനേഷൻ ഒക്കെ ചെയ്തുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല രസമായിട്ട് തന്നെ ആ ഒരു ഗ്രില്ല് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ ഭാഗത്തും ടൈല് റൂഫ് വരെ ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ കോട്സ് ആണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൗണ്ടർ ടോപ്പ് ആയിട്ട് നൽകിയിരിക്കുന്നത്. 2 ഹൈ ചെയർസ് ആണ് നൽകിയിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സാധിക്കും. വൈറ്റ് കളറിലാണ് കൗണ്ടർ ടോപ്പ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു കിച്ചന് നല്ലൊരു പ്യൂരിറ്റി, നല്ലൊരു വൃത്തി ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് സ്റ്റോറേജ് യൂണിറ്റുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോറേജ് യൂണിറ്റ് ആണ്. വലിയൊരു ക്രോക്കറി യൂണിറ്റ് ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നു. അതിലൊക്കെ ഗ്ലാസ് ഡോറാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിനകത്ത് നല്ല നല്ല പാത്രങ്ങൾ, ഗ്ലാസ്സുകളൊക്കെ വെക്കുന്ന സമയത്ത് നല്ല ഭംഗിയിൽ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും ഇതേപോലെ ഡ്രോവറുകൾ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. മുകൾ ഭാഗത്ത് സ്റ്റോറേജ് സ്പേസുകൾ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു കൗണ്ടർ വരുന്ന ഭാഗത്ത് ഇതേപോലെ LED സ്ട്രിപ്പ് ലൈറ്റുകൾ ചെയ്തിരിക്കുന്നു. നല്ല ഭംഗിയിൽ തന്നെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ആക്ച്വലി ഒരു ഷോ കിച്ചൺ ആണ്, ഫോർമൽ കിച്ചൺ എന്ന് പറയാം. നമ്മൾ വർക്കൊക്കെ ചെയ്യുന്നത് വർക്ക് ഏരിയ ആണ്. വർക്ക് ഏരിയ ഭാഗത്താണ് നമ്മുടെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതാണ് ഈ വീട്ടിലെ വർക്ക് ഏരിയ എന്ന് പറയുന്നത്. നല്ല സൂപ്പറായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വർക്ക് ഏരിയ സ്പേസ് ആണ്. അതിൽ തന്നെ ഒരു ഗ്രീൻ ഷെയ്ഡാണ് കബോർഡുകൾക്കൊക്കെ നൽകിയിരിക്കുന്നത്. വൈറ്റ് ആണ് കൗണ്ടർ ടോപ്പ് നൽകിയിരിക്കുന്നത്. കോട്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഫോർമൽ ലിവിങ്ങിൽ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു കോട്സ് പാറ്റേൺ ആണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കേർട്ടൻസ് ഒക്കെ നൽകിയിരിക്കുന്നത് സീബ്രാം ലൈൻഡുകളാണ്. ഇവിടെ ഇതേപോലെ ഒരു ഓവൻ സ്പേസ് നൽകിയിട്ടുണ്ട്. ക്രോക്കറി ഷെൽഫിന്റെ 2 ഷട്ടേഴ്സ് ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നു. ഒരു അറേഞ്ച്മെന്റ് പറയുകയാണെങ്കിൽ സിങ്ക് വരുന്നത് ഇതാ ഈ ഭാഗത്താണ്. സെൻട്രൽ ഇതേപോലെ ഒരു ഐലൻഡ് മുന്നോട്ട് തള്ളിയിട്ട് അതിലാണ് ഹുഡ് ആൻഡ് ഹോബ് വരുന്നത്. ഫ്രിഡ്ജ് വരുന്നത് ഈ ഭാഗത്താണ്. LGയുടെ ഫ്രിഡ്ജാണിത്. ആക്ച്വലി നല്ല സൗകര്യമുള്ള ഒരു സൈഡ് ബൈ സൈഡ് ഡോർ വരുന്ന ഫ്രിഡ്ജാണിത്. ഹുഡ് ആൻഡ് ഹോബിന്റെ കമ്പനി ഞാൻ പറയാം, ഹാഫ്ലേയുടെ ഹുഡ് ആൻഡ് ഹോബാണ് നൽകിയിരിക്കുന്നത്. ഹാഫ്ലേയുടെ തന്നെ ഇലക്ട്രിക് ഇൻഡക്ഷൻ നൽകിയിട്ടുണ്ട്. അതായത് ഇലക്ട്രിക് സ്റ്റൗ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു ഭാഗമാണ് ഇത്. നമ്മുടെ കൗണ്ടർ ടോപ്പിന് സെയിം ലെവലിലാണ് അത് നിൽക്കുക. നമുക്ക് അത്യാവശ്യം പാത്രങ്ങൾ വെച്ച് സാധനങ്ങളൊക്കെ ചൂടാക്കാൻ ഈ ഒരു ഇൻഡക്ഷൻ സ്റ്റൗ യൂസ് ചെയ്യാൻ സാധിക്കും. സിങ്ക് നൽകിയിരിക്കുന്നത് കാരിസിൽ എന്ന് പറയുന്ന ബ്രാൻഡിൽ വരുന്ന സിങ്കാണ്. അതിൽ ഇതേപോലെ ട്രേസ് ഒക്കെ വരുന്ന, ഗ്രില്ലൊക്കെ വരുന്ന പാറ്റേണിലാണ് ഈ ഒരു സിങ്ക് വരുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള സിങ്കാണ് കാരിസിൽസ് ഇറക്കുന്നത്. ഈ ഫ്രിഡ്ജ് ആണെങ്കിലും ഹുഡ് ആൻഡ് ഹോബ് ആണെങ്കിലും ഇൻഡക്ഷന്, സിങ്ക്, ഇങ്ങനെ വീട്ടിലേക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റിൻ്റെ ഒക്കെ ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. യൂട്യൂബിൽ ഇപ്പോൾ പുതിയ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ ഈ ഹോം ടൂർ വീഡിയോയിൽ കാണുന്ന പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് ഓർഡർ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണിത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ലിങ്കുകളും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സ്ക്രീനിൽ ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ആ ഒരു പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇത്തരത്തിലുള്ള ഹുഡ് ആൻഡ് ഹോബും ഫ്രിഡ്ജുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ഒരു ലിങ്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമാണ്.
ഫോയർ സ്പേസിൽ നിന്നാണ് മാസ്റ്റർ ബെഡ്റൂമിലേക്കുള്ള ആക്സസ് നൽകിയിരിക്കുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റൂമാണ് മാസ്റ്റർ ബെഡ്റൂമിന് നൽകിയിരിക്കുന്നത്. കിങ് സൈസിൽ വരുന്നൊരു കോട്ട് നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ ഹെഡ് ബോർഡ് കുഷൻ കവേർഡ് ആയിട്ട് വരുന്നൊരു ഹെഡ് ബോർഡാണ് നൽകിയിരിക്കുന്നത്. ആക്ച്വലി ഇത് ഫാബ്രിക് ആണ്, നല്ല ഭംഗിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഒരു ഹെഡ് ബോർഡാണ് നൽകിയിരിക്കുന്നത്. ബാക്ക് വാളിലേക്ക് നോക്കുന്ന സമയത്ത് ക്ലാസിക് മോൾഡിംഗ് ഉപയോഗിച്ചിട്ട് നല്ലൊരു പാറ്റേൺസ് ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നു. രണ്ട് ഭാഗത്തും സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഹാൻഡിൽ നോബുകൾ ഒരു സിമിലർ പാറ്റേൺ തന്നെ കീപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സൈഡ് ടേബിളിൻ്റെ ഹാൻഡിൽസ് ആണെങ്കിലും ശരി, സൈഡിൽ കൊടുത്തിരിക്കുന്ന ഒരു കൺസോൾ യൂണിറ്റ് ഉണ്ട്, അതിൻ്റെ ഹാൻഡിൽസ് ആണെങ്കിലൊക്കെ സിമിലർ പാറ്റേൺ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ വലിയൊരു വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബെഡ്റൂമിലേക്ക് ആവശ്യമായിട്ടുള്ള ലൈറ്റൊക്കെ നാച്ചുറൽ ലൈറ്റായിട്ട് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഈ ഒരു വാളിലും സെയിം രീതിയിലുള്ള മോൾഡിങ്സുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തൊരു കൺസോൾ യൂണിറ്റുകൾ നൽകിയിട്ടുണ്ട്, നമ്മളിപ്പോൾ പറഞ്ഞു. അതിൻ്റെ ഹാൻഡിൽസിൻ്റെ കാര്യമായിരുന്നു നമ്മൾ പറഞ്ഞു വെച്ചത്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെയാണ് വാർഡ്രോബ് യൂണിറ്റുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഗോൾഡൻ ഹാൻഡിൽസ് ആണ് വാർഡ്രോബുകൾക്ക് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്ത് ഡ്രോവേഴ്സ് നൽകിയിരിക്കുന്നു. നല്ല രസമുള്ളൊരു ഡിസൈനാണ് വാർഡ്രോബിന് നൽകിയിരിക്കുന്നത്. ഇവിടെയാണ് ഡ്രസ്സിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു വലിയ മിറർ നൽകിയിരിക്കുന്നു. അതിൽ മിറർ ലാമ്പുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റോറേജ് യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് ഓപ്പൺ ഷെൽഫുകളാണ് നൽകിയിരിക്കുന്നത്. അതിനകത്തെല്ലാം സ്ട്രിപ്പ് ലൈറ്റുകൾ നൽകിയിരിക്കുന്നു. അറ്റാച്ച്ഡ് ടോയ്ലറ്റിന്റെ പൊസിഷൻ നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. ടോയ്ലറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ഒരു റസ്റ്റിക് ഫിനിഷ് വരുന്ന മാറ്റ് ഫിനിഷ് ടൈലുകൾ യൂസ് ചെയ്തിട്ടാണ് ഈ ടോയ്ലറ്റുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വാനിറ്റി കൗണ്ടർ, ഡ്രൈ ഏരിയ, വെറ്റ് ഏരിയ ഒക്കെ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ ടൈൽ പാറ്റേൺ നൽകിയിരിക്കുന്നത്. ബെഡ്റൂമിൻ്റെ സീലിംഗ് പാറ്റേൺ നോക്കുക, ഒരു ക്ലാസിക്കൽ ടച്ച് വരുന്ന രീതിയിലാണ് സീലിങ്ങുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എല്ലാ ഭാഗത്തും കോബ് ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. വളരെ കുറഞ്ഞ ലൈറ്റുകൾ മാത്രമേ ആ ഒരു സീലിങ്ങിനകത്ത് നിന്ന് വരുന്നുള്ളൂ. ടോട്ടലി ഈ ഒരു റൂമിൻ്റെ ലൈറ്റപ്പ് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കോബ് ലൈറ്റുകൾ സഹായിക്കുന്നുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂം നമ്മളിപ്പം കണ്ടു. അടുത്തൊരു ഗസ്റ്റ് ബെഡ്റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഗസ്റ്റ് ബെഡ്റൂമിൻ്റെ ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. റൂം ഡോറുകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഗ്രൂസ് വരുന്ന റൂം ഡോഴ്സാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നേരെ ബെഡ്റൂമിനകത്തേക്ക് വരികയാണെങ്കിൽ ഒരു മീഡിയം സൈസ് വരുന്നൊരു ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ഒരു വാളിലേക്ക് നോക്കുക, വാള് മുഴുവനായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. പാനലിംഗ് വർക്കുകളാണ് നൽകിയിരിക്കുന്നത്. ഒരു ഗോൾഡൻ പ്ലസ് ഓഫ് വൈറ്റ് കളർ തീമാണ് ഇതിന് നൽകിയിരിക്കുന്നത്. മൾട്ടിവുഡ് പീസസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഗ്രിഡുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഗോൾഡൻ മോൾഡിങ്ങുകൾ ഇതിനകത്തേക്ക് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഒരു വാളിലേക്ക് വരുന്ന സമയത്ത് ഒരു വിൻഡോ വരുന്നുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ ഒരു കർട്ടൻസ് ഈ ഭാഗത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. കിങ് സൈസിൽ വരുന്നൊരു കോട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഹെഡ് ബോർഡ് നല്ല ഭംഗിയിൽ ഫാബ്രിക് കവേർഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡിലാണ് വാർഡ്രോബ് സ്പേസ് നൽകിയിരിക്കുന്നത്. സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു വാർഡ്രോബ് ഡിസൈൻ ആണ് നൽകിയിരിക്കുന്നത്. ഹാൻഡിൽ പ്രൊഫൈൽസ് ഗോൾഡൻ ഹാൻഡിൽസ് ആണ് നൽകിയിട്ടുള്ളത്. ഇതിനോട് ചേർന്ന് തന്നെയാണ് ഒരു ഡ്രസ്സിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് ബോർഡർ വരുന്ന ഒരു മിറർ ഇതിനോടൊപ്പം നൽകിയിരിക്കുന്നു. അതിൻ്റെ സ്റ്റോറേജ് യൂണിറ്റ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. എല്ലാ ബാത്റൂമുകൾക്കും ഈ ഒരു UPVC ഡോറാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ വിട്രിഫൈഡ് ടൈലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഗ്ലോസി ടൈല് വാളിൽ നൽകിയിരിക്കുന്നു. മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിൽ നൽകിയിട്ടുള്ളത്. സ്റ്റെയർ കേസിൻ്റെ ഡീറ്റെയിലേക്കാണ് ഇനി നമ്മൾ കിടക്കുന്നത്. ഒരുപാട് പ്രത്യേകതകളുള്ള സ്റ്റെയർ കേസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതൊരു സ്പൈറൽ സ്റ്റെയർ കേസാണ്. വളരെ കുറഞ്ഞ സ്പേസിൽ നമുക്ക് സ്റ്റെയർ കേസ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഈ സ്പൈറൽ ഷേപ്പിൻ്റെ പ്രത്യേകത. മാത്രമല്ല ഇതിൻ്റെ ഹാൻഡ് റെയിൽ നോക്ക്, നമ്മൾ വീടിനകത്തേക്ക് കയറി വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു CNC വർക്ക് ചെയ്ത ഹാൻഡ് റെയിലാണ് കാണാൻ സാധിക്കുക. പൂർണ്ണമായിട്ടും മെറ്റൽ ഷീറ്റിലാണ് ഹാൻഡ് റെയിലുകൾ ചെയ്തെടുത്തിരിക്കുന്നത്. നല്ല തിക്നെസ് ഉള്ള മെറ്റൽ ഷീറ്റ് അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. 8 mm തിക്നെസ് വരുന്ന മെറ്റൽ ഷീറ്റ് ഉപയോഗിച്ചിരിക്കുന്നു. ഈ ഒരു മെറ്റൽ ഷീറ്റിൻ്റെ സ്ട്രെങ്ത്തിലാണ് ഇതിലുള്ള എല്ലാ സ്റ്റെപ്പുകളും സപ്പോർട്ട് ചെയ്യുന്നത്. അതിനുവേണ്ടി സെപ്പറേറ്റ് ബീമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഒരു ഷീറ്റിൻ്റെ സ്ട്രെങ്ത്തിൽ തന്നെ നമുക്ക് ആ ഒരു ഫുൾ സ്റ്റെയർ കേസ് നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ത്രെഡുകൾക്ക് നൽകിയിരിക്കുന്നത് സോളിഡ് വുഡാണ്. തേക്ക് മരമാണ് ഈ ചവിട്ടുന്ന ഭാഗത്തൊക്കെ നൽകിയിരിക്കുന്നത്. 2 ഭാഗത്തും മെറ്റൽ ഷീറ്റുകൾ CNC വർക്കുകൾ ചെയ്ത് വെച്ചിരിക്കുന്നു. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു ഹാങ്ങിങ് ലൈറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സെയിം ഹാൻഡ് റെയിൽ വർക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇത് നമ്മുടെ ലിവിങ് സ്പേസിലേക്കും അതേപോലെ നമ്മുടെ ഫോയർ സ്പേസിലേക്കുള്ള വിസിബിലിറ്റി കിട്ടുന്നൊരു ഭാഗമാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലേക്കുള്ള നല്ലൊരു വിഷ്വൽ നമുക്ക് കാണാൻ സാധിക്കും. വാളൊക്കെ നല്ല ഭംഗിയായിട്ട് മോൾഡിംഗ് വർക്കുകൾ ചെയ്തതുകൊണ്ട് തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വിഷ്വലാണ് നമുക്ക് ആ ഒരു ഭാഗത്തു നിന്ന് ലഭിക്കുക. നേരെ കയറി വരുന്നത് ഒരു അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. ഇവിടെ ഇരിക്കാനുള്ള 2 ചെയറുകൾ നൽകിയിട്ടുണ്ട്.
ഇത് ഈ വാളിൻ്റെ 2 ഭാഗത്തും ബെഡ്റൂമുകളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആദ്യം ഈ ഒരു ബെഡ്റൂം ഒന്ന് കാണാം. ബെഡ്റൂമിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഒരു കിങ് സൈസ് ബെഡാണ് സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആയിട്ട് ഈ റൂമിൽ നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഹെഡ് ബോർഡുകളൊക്കെ ഫാബ്രിക് ഉപയോഗിച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. വാളിലേക്ക് വരുന്ന സമയത്ത് ക്ലാസിക് മോൾഡിങ്ങുകൾ ഉപയോഗിച്ചിട്ട് വാളിൽ പാനൽ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള വാൾ ലൈറ്റുകൾ നൽകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അധിക ബെഡ്റൂമുകളിലും നമ്മൾ കാണുന്ന ഒരു ഡിസൈൻസ് ആണ് ബേ വിൻഡോ സിസ്റ്റം. ഇവിടെ സെപ്പറേറ്റ് വീടിൻ്റെ നിർമ്മാണ വേളയിൽ ബേ വിൻഡോ സിസ്റ്റം കൊടുത്തിട്ടില്ല. പകരം ബേ വിൻഡോ അറേഞ്ച്മെൻ്റ് ആയിട്ട് ആ ഒരു സ്പേസ് മാറ്റിയെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സോ ഇതൊരു നല്ലൊരു ആശയമായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമിൽ ഇനഫ് ആയിട്ടുള്ള സ്പേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ബേ വിൻഡോ സിസ്റ്റം അതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഈ വീട്ടിൽ മൊത്തത്തിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രീൻ പ്ലസ് ഓഫ് വൈറ്റ് കോമ്പിനേഷൻ എല്ലായിടത്തും യൂസ് ചെയ്ത് കാണാൻ സാധിക്കും. ഒരു ലക്ഷറി ആംബിയൻസ് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ ഒരു കളർ കോമ്പിനേഷൻ സഹായിക്കും എന്നുള്ളത് നമുക്ക് കാണാം. ഇപ്പോൾ ഈ ഒരു കേർട്ടൻ ആണെങ്കിലും ഇവിടെ നൽകിയിരിക്കുന്ന ഇത്തരത്തിലുള്ള ഓട്ടോമൻ ചെയേഴ്സ്, ഡ്രസ്സിങ് ചെയേഴ്സ് ആണെങ്കിലും ഒക്കെ ആ ഒരു ഗ്രീൻ ഷെയ്ഡ് കൊണ്ടുവന്നിട്ടുണ്ട്. വാർഡ്രോബിലേക്ക് വരികയാണെങ്കിൽ ഗോൾഡൻ ഹാൻഡിൽ വരുന്ന തരത്തിലുള്ള നല്ല ഭംഗിയുള്ള വാർഡ്രോബുകളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു കൺസോൾ യൂണിറ്റ് നൽകിയിരിക്കുന്നു. അതിൻ്റെ ഹാൻഡിൽസും ഒരു ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ ഹാൻഡിൽസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഭാഗത്താണ്. ബാത്റൂമിൻ്റെ ഡിസൈൻ നല്ല ഭംഗിയുള്ള സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിൻ്റെ വാനിറ്റി കൗണ്ടറിൻ്റെ ഡിസൈൻസ് ഒക്കെ പ്രത്യേകം നമ്മൾ എടുത്ത് പറയേണ്ട രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതിൽ ഡ്രൈ ഏരിയ, വെറ്റ് ഏരിയ ഒക്കെ സെപ്പറേറ്റ് എലിവേഷനാണ് നൽകിയിട്ടുള്ളത്. നമുക്ക് അപ്സ്റ്റെയർത്തെ 2ാമത്തെ ബെഡ്റൂം എന്ന് കാണാം. ഈ ഒരു ബെഡ്റൂം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ലേഔട്ടാണ് നൽകിയിരിക്കുന്നത്. ബെഡ്റൂമിനകത്തേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ കിങ് സൈസ് വരുന്ന ഒരു ബെഡാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓവറോൾ നമ്മുടെ കളർ കോമ്പിനേഷൻസ് നോക്കുകയാണെങ്കിൽ ഒരു ന്യൂട്രൽ കളർ കോമ്പിനേഷനാണ് ഈ ഒരു ബെഡ്റൂമിൽ നൽകിയിരിക്കുന്നത് കാണാൻ സാധിക്കും. പേഴ്സണലി എനിക്ക് ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിട്ടുള്ള ബെഡ്റൂം ഈ ഒരു ബെഡ്റൂമാണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന കളർ കോമ്പിനേഷൻസും അതിൻ്റെ ഒരു മാച്ചിങ് ഒക്കെ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പേസ് ഈ വീട്ടിൽ ഏതാണെന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യണേ. കിച്ചൺ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും, ബെഡ്റൂം കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട ആളുകളുണ്ടാവും, ലിവിങ് സ്പേസ്, വീടിൻ്റെ എലിവേഷൻ, അതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക. 2 ഭാഗത്തും സൈഡ് ടേബിളുകൾ നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു സൈഡ് ടേബിളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹെഡ് ബോർഡിൻ്റെ ഡിസൈൻ വരുന്നത് ഈ ഒരു രീതിയിലാണ്. വാളൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് നല്ലൊരു ലക്ഷറി ആംബിയൻസ് കിട്ടുന്ന രീതിയിലാണ്. ആക്ച്വലി ഇത് നമ്മളെ വീട് ചെയ്യാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഇത് വെയിൻസ്കോട്ട് പാനലുകൾ എന്നാണ് ഇത്തരത്തിലുള്ള പാനലുകൾ വിളിക്കുക. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നല്ലൊരു ലക്ഷറി ആംബിയൻസ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇവിടെ വലിയൊരു വിൻഡോ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു വാള് മുഴുവനായിട്ട് കേർട്ടനാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വാളിലൊക്കെ വെയിൻസ്കോട്ട് പാനലിങ് ചെയ്തിരിക്കുകയാണ്. ഒരു ക്ലാസിക്കൽ ടൈപ്പ് ഡിസൈൻ, നിയോ ക്ലാസിക്കൽ ഡിസൈൻ എന്നാണ് ഇതിന് പറയുക. അത്തരത്തിലുള്ള ഒരു ആംബിയൻസ് നമ്മുടെ വീടിന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള മോൾഡിങ്സുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ബെഡ്റൂമിൻ്റെ ഈ ഭാഗത്താണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 4 ഡോറ് വരുന്ന വാർഡ്രോബാണ്. എൻ്റെ തൊട്ട് ബാക്കിൽ അതിൻ്റെ ഒരു മിറർ യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത്. ടോയ്ലറ്റിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ വിട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഓരോ ടോയ്ലറ്റും വ്യത്യസ്തമായിട്ടുള്ള ടൈൽ പാറ്റേൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലേഔട്ടുകൾ നോക്കുന്ന സമയത്ത് സിമിലർ ആയിട്ടുള്ള ലേഔട്ടാണ് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഭാഗത്ത് ബാൽക്കണി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് കാണാം. സാധാരണ ബാൽക്കണീസ് ഒക്കെ ചെറുതാണ് നമ്മൾ കാണുക. ഇവിടെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാൽക്കണിയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓപ്പൺ ബാൽക്കണി ആയിട്ട് നമുക്ക് ഔട്ട്സൈഡ് നമ്മുടെ ലാൻഡ്സ്കേപ്പിലുള്ള വിഷ്വൽസ് ഒക്കെ കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് നമ്മൾ കാണിച്ചിരിക്കുന്നത് കോഴിക്കോട് വടകരയിൽ അൽ ഹവാജ് ബിൽഡേഴ്സ് ആൻഡ് ആർക്കിടെക്ട്സ് ചെയ്തിരിക്കുന്ന ഒരു റെസിഡൻഷ്യൽ പ്രൊജക്റ്റാണ്. അൽ ഹവാജിൻ്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ അവരുടെ കോഴിക്കോടാണ് അവരുടെ ഓഫീസ് വരുന്നത്. കേരളത്തിൽ എല്ലായിടത്തും അവരുടെ സർവീസസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ടേൺ കീ പ്രൊജക്റ്റ് ആയിട്ടാണ് അവർ പ്രൊജക്റ്റുകൾ ചെയ്യുന്നത്. റെസിഡൻഷ്യലാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. സോ വീടുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, കുറച്ചൊരു ലക്ഷറി ടൈപ്പ് ഇതുപോലുള്ള വീടുകളാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അത്തരത്തിലുള്ളൊരു വീടാണ് നിങ്ങൾ വെക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ധൈര്യമായിട്ട് അവരെ കോൺടാക്ട് ചെയ്യാം. കിഡിലും പ്രൊജക്റ്റുകൾ ചെയ്യുന്ന ടീമാണ്. അവർ ചെയ്തിരിക്കുന്ന വർക്കുകളൊക്കെ ഇൻസ്റ്റാഗ്രാം പേജ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അവരുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാം. ഓഫീസിൻ്റെ അഡ്രസ്സ്, കോൺടാക്ട് ഡീറ്റെയിൽസ്, അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസുകളെല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം. അവരുമായിട്ടൊരു ഡിസ്കഷൻ അവർ ഓഫീസിൽ വന്നിരിക്കാൻ സാധിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ